ലോകത്ത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കാൻ കഴിയുന്ന ഒരു മിസൈൽ ഉണ്ട്. അതായത് ഭൂമിയുടെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റം വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ. ആരുടെ കയ്യിലാണ് ഇത് ഉള്ളത്? സാത്താൻ 2 എന്നറിയപ്പെടുന്ന ഈ മിസൈലിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിലവിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യം കാണുന്ന മിസൈൽ റഷ്യയുടെ RS-28 സാർമാറ്റാണ്. ഇത് സാത്താൻ 2 എന്ന വിളിപ്പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഏകദേശം 18,000 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഇത് ഭൂമിയുടെ 2 ധ്രുവങ്ങളിലൂടെയും സഞ്ചരിച്ച് ലോകത്തെവിടെയും ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിക്കുന്നു. ഇത് 3 ഘട്ടങ്ങളുള്ള ദ്രാവിക ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ്. 208.1 മെട്രിക് ടണ്ണാണ് ഇതിന്റെ മൊത്തം ഭാരം. 35.3 മീറ്റർ നീളവും 3 മീറ്റർ വ്യാസവുമുണ്ട്. 10 ടൺ പേലോഡ് വഹിക്കാൻ സർമാറ്റിന് കഴിയും. ഇതിന് 10 വലിയ ആണവ വാർഹെഡുകളോ 16 ചെറിയ വാർഹെഡുകളോ അല്ലെങ്കിൽ വാർഹെഡുകളുടെയും മറ്റു പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഉപകരണങ്ങളുടെയും മിശ്രിതമോ വഹിക്കാൻ സാധിക്കും. കൂടാതെ ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വാഹനങ്ങളും ഇതിന് ഘടിപ്പിക്കാൻ കഴിയും. ഇവ ശബ്ദത്തിന്റെ 20 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ്. ഇതിന് മണിക്കൂറിൽ ഏകദേശം 25,500 കിലോമീറ്റർ വേഗതയിൽ അല്ലെങ്കിൽ മാക് 20 കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഈ അവിശ്വസനീയമായ വേഗത ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ വേഗത്തിൽ സഹായിക്കുന്നു. ശത്രുരാജ്യങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സർമാറ്റിന് പ്രത്യേക കഴിവുണ്ട്. ഇതിന്റെ പ്രാരംഭ ബൂസ്റ്റ് ഘട്ടം വളരെ ചെറുതാണ്. ഇത് ശത്രുരാജ്യങ്ങൾക്ക് മിസൈൽ ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനുമുള്ള സമയം കുറയ്ക്കുന്നു. കൂടാതെ ഡെക്കോയികളും ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ R-36M അല്ലെങ്കിൽ നേറ്റോ പേര് SS-18 സാത്താൻ മിസൈലുകൾക്ക് പകരമായാണ് റഷ്യ RS-28 സാർമാറ്റിനെ വികസിപ്പിച്ചത്. 2023 ഇത് സൈന്യത്തിന്റെ ഭാഗമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മിസൈലിനെ ലോകത്തിലെ ഏറ്റവും മാരകമായ മിസൈൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് റഷ്യയുടെ പ്രതിരോധ ശേഷിക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. RS-28 സാർമാറ്റ് മിസൈൽ ഇതുവരെ യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല. ഇത് റഷ്യയുടെ ആണവായുധ ശേഖരത്തിന്റെ ഒരു ഭാഗമാണ്. പ്രധാനമായും ഒരു പ്രതിരോധപരമായ ആയുധമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതായത് ശത്രുക്കളെ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 2023 സെപ്റ്റംബറിൽ ഇത് കോമ്പാറ്റ് ഡ്യൂട്ടിയിൽ അഥവാ ഓപ്പറേഷണൽ സർവീസിൽ പ്രവേശിച്ചതായി റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം മിസൈൽ വികസിപ്പിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ തയ്യാറാണ് എന്നാണ്. ഇങ്ങനെയുള്ള ആണവ മിസൈലുകൾ ഏതെങ്കിലും യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ആഗോള ആണവ യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന ഒരു അതീവ ഗുരുതരമായ സാഹചര്യമാണ്. അതിനാൽ ഇവ പ്രധാനമായും ഭീഷണിപ്പെടുത്തുന്നതിനുള്ള ഉപാധിയായി നിലനിർത്തപ്പെടുന്നു.